ആര്യമോനെ, നീ എന്താണ് ഉണ്ടാക്കി വെച്ചിരിക്കണത്? ഒരു കിടിലൻ ബോളിവുഡ് എന്റർടൈനിങ് സീരീസ് ആവുമെന്ന് കരുതി. പക്ഷേ ഇങ്ങനത്തെ ഒരു തലവേദന ആവുമെന്ന് ഒട്ടും കരുതി. ഇത് എന്റർടൈൻ ചെയ്ത് ഞങ്ങളെ കൊല്ലുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്തൊരു കിടിലൻ ലോഞ്ച് ആയിരുന്നു, വേറെ ലെവല് ലോഞ്ച് ആയിരുന്നു ഈ സീരീസിനും ആര്യങ്കാനും കിട്ടിയത്. പക്ഷേ ഇത് 7 എപ്പിസോഡ് അല്ല, 7 എപ്പിസോഡ് പോട്ടെ, അവസാനത്തെ 4 എപ്പിസോഡ് വൻ തലവേദനയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ കാണാനുള്ള റീസൺ, ഇതിനകത്ത് മൊത്തം കണ്ട അഭിപ്രായം പറയണം. രണ്ടാമത്തെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ 4 എപ്പിസോഡ് വരെ ഷാറൂഖ് ഖാനെ കണ്ടില്ല. 5-ാമത്തെ എപ്പിസോഡാണ് വരവ്. ഇത് രണ്ടും ഒരു റീസൺ ആണ് മൊത്തം കാണാനായിട്ട്. പിന്നെ ആര്യങ്കാരുടെ ഡയറക്ഷൻ ആണ്, അതൊരു റീസൺ കൂടിയാണ്. ഏതായാലും ഇതിനകത്ത് ബോബി ഡിയോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറിറ്റേറ്റഡ് ആയിട്ട് നടക്കുന്ന ഒരു സീൻ കേട്ടോ. അതേ അവസ്ഥയായിരുന്നു കാണുന്ന ഞങ്ങൾക്കും, എനിക്കും എന്റെ അനിയത്തിക്കും കസിനും. എങ്ങനെയെങ്കിലും ഒന്ന് പെട്ടെന്ന് തീരടേ എന്നായിരുന്നു പ്രാർത്ഥന. ആദ്യത്തെ 3 എപ്പിസോഡ് സത്യം പറയാലോ ഡീസന്റ് ആണ്. നമ്മൾ ആ ഒരു ട്രെയിലറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തൊരു സാധനം ഉണ്ടല്ലോ, ഒരു ബോളിവുഡ് സ്പൂഫ്, ഒരു ബോളിവുഡ് നെഗറ്റീവ് സൈഡ് വളരെ രസകരമായി കാണിക്കുന്ന ഒരു സംഭവം. അതാകെ ആദ്യത്തെ 3 എപ്പിസോഡ് മാത്രമേ ഉള്ളൂ. പിന്നീട് ഒരു 4-ാമത്തെ എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയൊക്കെയോ കൈവിട്ട് പോകുന്നുണ്ട്. പക്ഷേ പിന്നീട് അയ്യോ, അതിനുശേഷം 4 എപ്പിസോഡ്, 7 എപ്പിസോഡ് ഉണ്ട്. 4-ാമത്തെ എപ്പിസോഡിന് ശേഷം പിന്നീട് നമുക്ക് കൈവിട്ട കിട്ടില്ല. അമ്മാതിരി അപരാധമാണ് എഴുതി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ബ്ലാക്ക് കോമഡിയാണ് ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. പക്ഷെ ബ്ലാക്ക് കോമഡി അത് ആദ്യത്തെ 3 എപ്പിസോഡ് വർക്കായി. ബാക്കി 4 എപ്പിസോഡ് ആ ഒരു ജോണറിനെ പോലും ഇഞ്ചിഞ്ചായി കൊല്ലുന്ന ഒരു അവസ്ഥയായിരുന്നു. പാതി വർക്കായി, ബാക്കി പാതി ഒരു മലങ്കൾട്ട് ഉണ്ടാക്കി വെച്ച പോലെയുണ്ട്. ഇങ്ങനെ വലിപ്പിച്ചു 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 ഇങ്ങനെ 7 എപ്പിസോഡ് ആക്കിയ ഒരു സീരീസ് ആണ് ബാസ്റ്റേർഡ്സ് ഓഫ് ബോളിവുഡ്. ആര്യങ്കാന്റെ ഡയറക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഡയറക്ഷനെ പറ്റി മോശമൊന്നും പറയാം. സത്യം പറയാലോ, ഡെബ്യൂ ഡയറക്ഷനായിട്ട് ഫീൽ ചെയ്യില്ല. നല്ലൊരു ക്വാളിറ്റി മേക്കിംഗ് ഉണ്ട്, ഭയങ്കര കളർഫുൾ ആണ്. ആ ഒരു സംഭവം നമുക്ക് മനസ്സിലാവും. ഡയറക്ഷന്റെ ഒരു കഴിവ് ചെറുതായിട്ട് ആര്യന്റെ ഉള്ളിലുണ്ട്. പക്ഷെ എഴുത്തില് വളരെ വളരെ പിന്നിലാണ്. ഇപ്പോഴും ആ ബോളിവുഡ് മൈൻഡ് സെറ്റ് ആണ് അതിനകത്ത് മൈൻഡിലുള്ളത് നമുക്ക് മനസ്സിലാവും ഈ ഒരു സീരീസ് കാണുമ്പോൾ. ഈ ഒരു സീരീസിൽ തന്നെ മെയിൻ നടീനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കരീഷ്മ എന്ന ആക്ട്രസിനെ ഇടയ്ക്കിടയ്ക്ക് കളിയാക്കുന്നുണ്ട്. സിൽവർ സ്പൂൺ എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു എഴുത്തില് കംപ്ലീറ്റ്ലി സിൽവർ സ്പൂൺ എഴുത്താൻ നമുക്ക് മനസ്സിലാവും. ആര്യൻ ഇങ്ങനെ ഡയറക്റ്റ് ചെയ്താലും എഴുതല്ലേ എന്നേ പറയാനുള്ളൂ. അത് ഇങ്ങനെ പറയേണ്ടി വരുന്നത് തന്നെ സങ്കടം കൊണ്ടാ. അത്രയും വയ്യാണ്ടായി ആ 7 എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും. ഒന്ന് ആലോചിക്കുക, 5 മണിക്കൂറാണ് ഇരുന്ന് കണ്ടത്. അത്ര എക്സൈറ്റഡ് ആയിരുന്നു. എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ബോളിവുഡ് എന്റർടൈൻമെന്റ് ആ ഒരു സംഭവത്തിന് നിലവാരം തന്നെ മാറ്റുമെന്നൊക്കെ കരുതി. ആ ട്രെയിലർ അത്രയും പ്രോമിസ് ചെയ്തായിരുന്നു. പക്ഷെ ഇതൊരു അവസാനം 4 എപ്പിസോഡൊക്കെ വെറും ടിപ്പിക്കൽ ഒരു ലവ് സ്റ്റോറി, ക്രിഞ്ച് ലവ് സ്റ്റോറി കാണുന്ന ഒരു അവസ്ഥയായിരുന്നു. എവിടെയൊക്കെയോ ആര്യന്റെയും ആ ടീമിന്റെയും മനസ്സും എവിടെയോ മാറിയിട്ടുണ്ട്. അവരുടെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു ബോളിവുഡ് ചിന്താഗതി തന്നെയാണെന്ന് മനസ്സിലായി. ലാസ്റ്റ് വേറൊരു ട്വിസ്റ്റ് ഒക്കെ ഉണ്ട്. അയ്യോ, ആ ട്വിസ്റ്റ് എന്റെ പൊന്നോ! ഇതിനകത്ത് മെയിൻ ആക്ടർ ലക്ഷ്യയുടെ ഒരു വേണ്ടപ്പെട്ട കഥാപാത്രം മരിക്കുന്നുണ്ട്. ശരി, എനിക്ക് തോന്നിയത് ഇപ്പൊ മരിച്ചില്ലായിരുന്നെങ്കിലും ലാസ്റ്റ് ട്വിസ്റ്റ് കണ്ട് അങ്ങേര് മരിച്ചതിനാണ്. അമ്മാതിരി ഒരു കോമഡി ട്വിസ്റ്റ്. എന്താലോചിച്ച് ഈ ട്വിസ്റ്റ് ഒക്കെ എഴുതിയെന്ന് ഒരു ഐഡിയയും കിട്ടണില്ല. ഞാൻ വീണ്ടും പറയാണ്, ആദ്യത്തെ 3 എപ്പിസോഡ് സത്യം പറഞ്ഞ ഡീസന്റ് ആണ്. നമുക്ക് ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റും. അത്യാവശ്യം ചിരിക്കാനുണ്ട്, ചിന്തിക്കാനുണ്ട്, എല്ലാ സംഭവം ഉണ്ട്. പക്ഷേ അവിടെ നമുക്ക് ഇമോഷണൽ കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യും. പിന്നീട് ആ ഇമോഷണൽ കണക്ഷൻ പോലും നമുക്ക് മഷിയിട്ട് കാണാൻ പറ്റില്ല. ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. എങ്ങനെയും സംഭവം തീർന്ന മതി എന്നായിരിക്കും നമ്മുടെ ഒരു ആഗ്രഹവും പ്രാർത്ഥനയും. പെർഫോമൻസസ് എല്ലാവരും വളരെ ആ ഒരു ഫുൾ ജസ്റ്റിസോടെ തന്നെ ഈച്ച് ആൻഡ് എവരി വൺ പെർഫോം ചെയ്തിട്ടുണ്ട്. നമുക്ക് പെർഫോമൻസ് നമുക്ക് ഒരു മോശം പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ആ കുറച്ച് പേരെ നമ്മുടെ മനസ്സിൽ നിൽക്കുള്ളൂ ഈ ഒരു സീരീസ് കണ്ടു തീരുമ്പോൾ. രാഘവ് ജൂവിയാൽ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് സൂപ്പർ ആയിരുന്നു. നല്ല എനർജറ്റിക് ആണ്, നല്ല സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മാനേജർ ചെയ്ത നമ്മുടെ ആസ്മാന്റെ മാനേജർ ക്യാരക്ടർ, ആസ്മാന്റെ അച്ഛന്റെ വേഷം ചെയ്ത ആള്, പിന്നെ ലക്ഷ്യയും ബോബഡികളൊക്കെ നന്നായിരുന്നു. പക്ഷെ അവരുടെ ക്യാരക്ടേഴ്സ് നമുക്കൊന്നും പ്രത്യേകിച്ച് ഫീൽ ചെയ്യില്ല ഒരു പീരീഡ് കഴിയുമ്പോൾ. പിന്നെ ഇതേപോലെ ലോഡ് ക്യാമിയോസ് ഉണ്ട് അതിനകത്ത്. രൺവീർ സിംഗ്, ഹിമറണ ഹാഷ്മി, സൽമാൻ ഖാനൊക്കെ എന്തിനോ തിളക്കിന്റെ സാമ്പാർ പോലെ വന്നിട്ട് പോയിട്ടുണ്ട്. ഒരു 2 സെക്കൻഡ് അങ്ങനെ ഉള്ളൂ. അതിലും ബെറ്റർ ആയിരുന്നു ആമിർ ഖാന്റെയും ഷാറൂഖ് ഖാന്റെയും റോളൊക്കെ. എന്തായാലും കുറച്ച് ക്യാമിയോ ക്യാരക്ടേഴ്സ് ഹിറ്റ് ആയിട്ടുണ്ട്, ബാക്കിയൊക്കെ ചീറ്റിപ്പോയ അവസ്ഥ തന്നെയായിരുന്നു. റെഡ് ചില്ലീസിന്റെ കളറിങ് സൂപ്പർ ആയിരുന്നു. ആ ഒരു കളർഫുൾ എന്റർടൈനിങ് വൈബ് നന്നായിട്ട് ക്രിയേറ്റ് ചെയ്തു. അത് നമുക്ക് ആദ്യത്തെ ആ സീൻ പോലെ നമുക്ക് ഫീൽ ചെയ്യും. മ്യൂസിക് വലിയൊരു ഗുമ്മുണ്ടായിട്ട് തോന്നിയില്ല. വിഷ്വൽസ് അടിപൊളിയായിരുന്നു. എഡിറ്റിംഗ് ബോറായതുകൊണ്ട് നമ്മളെയും അതേപോലെ ബോറടിപ്പിക്കാം. ഏതായാലും ഇതെല്ലാം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. ഞാൻ ആര്യൻ ഖാൻ ബാസ്റ്റേർഡ്സ് ഓഫ് ബോളിവുഡ് എന്ന സീരീസ് ഡയറക്റ്റ് ചെയ്തിട്ടില്ല എന്ന് ഓർക്കാൻ തന്നെ എനിക്കിഷ്ടം.
എനിക്ക് ഓർക്കാനാവാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു 7 എപ്പിസോഡ് തന്നത്. എനിക്ക് ഇങ്ങനത്തെ ഒരു അഭിപ്രായമാണ് വെച്ചാൽ നിങ്ങൾ കാണാണ്ടിരിക്കണ്ട. എനിക്ക് മാത്രമല്ല, എന്റെ കസിനും അനിയത്തിക്കും ഇങ്ങനത്തെ ഒരു അഭിപ്രായമാണെന്ന് വെച്ച് കാണാണ്ടിരിക്കണ്ട. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കിഡിലൻ ബോളിവുഡ് എന്റർടൈനിങ് ഒരു സൂപ്പർ ഡിഫറൻസ് സാധനമായിട്ട് തോന്നിയേക്കാം. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ആദ്യത്തെ ആ ഒരു ഡിഫറെന്റ് ട്രാക്ക് തന്നെ, ആ ഒരു പുതിയ ട്രാക്ക് തന്നെ മൊത്തത്തിൽ പിടിച്ചാൽ മതിയായിരുന്നു. എന്തിനാണ് അവർ ഈ ലവ് സ്റ്റോറിയെ കുത്തി കയറ്റുന്നത്? എനിക്ക് സങ്കടം തന്നെ. എനിക്ക് തോന്നുന്നു അവർക്ക് ലവ് സ്റ്റോറി ഇല്ലെങ്കിൽ ബോളിവുഡ് ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പൊ. ഞാൻ വെച്ചാൽ ആര്യനെങ്കിലും മാറ്റി ചിന്തിക്കുന്ന. ഏതായാലും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സിനിമയാക്കേണ്ട സാധനം 7 എപ്പിസോഡ് ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയേണ്ടത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. എൻ്റെ ഏതായാലും ഒരു കുറെ മണിക്കൂർ പോയി കിട്ടി. ഞാൻ 12:30 കണ്ടു തുടങ്ങിയതാണ്, 5:30 കണ്ടു തീർത്തു. എന്ന് വെച്ചാൽ 5 മണിക്കൂർ പോയി കിട്ടി. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കൂ, നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. കണ്ടിട്ട് കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ.